ഭാഗം 1. സാമൂതിരിമാരുടെ ഉദയം. ഐതിഹ്യങ്ങളുടെ മൂടൽമഞ്ഞിലൂടെ ഒരു ധീരോദയം. കാലത്തിന്റെ തിരശ്ശീല വീഴുമ്പോൾ ചേര സാമ്രാജ്യത്തിന്റെ അസ്തമയം. കേരള ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ മഹോദയപുരം തലസ്ഥാനമാക്കി വാണ്ട ചേര സാമ്രാജ്യം തിളങ്ങി നിന്നു. നൂറ്റാണ്ടുകളോളം ഈ മലനാടിനെ ഒന്നായി ഭരിച്ച ആ മഹാശക്തി പക്ഷേ 11ാം നൂറ്റാണ്ടോടെ കാലപ്പഴക്കത്താൽ വേരാടിയ ഒരു വൻമരം പോലെ ഉലയാൻ തുടങ്ങിയിരുന്നു. അതിന്റെ വേരുകളെ ചിതലുകൾ പോലെ പ്രതിസന്ധികൾ കാർന്നു തിന്നുകയായിരുന്നു. തെക്ക് കടലിനക്കരെ നിന്നും ചോളരാജാക്കന്മാരുടെ പടയോട്ടങ്ങൾ ഒരു കൊടുങ്കാറ്റുപോലെ ആഞ്ഞുവീശി. രാജേന്ദ്ര ചോളന്റെ സൈന്യം വിഴിഞ്ഞം മുതൽ കൊല്ലം വരെയുള്ള തീരങ്ങളെ ചവിട്ടിമെതിച്ചപ്പോൾ ചേരരാജാവിന്റെ കിരീടത്തിന് വലിയ ഇളക്കം തട്ടി. സാമ്രാജ്യത്തിനകത്താകട്ടെ നാടുവാഴികൾ സ്വന്തം അധികാരക്കൊട്ടളങ്ങൾ പണിതുയർത്തി. കേന്ദ്രീകൃതമായ ഭരണം പതിയെ ശിഥിലമായി. ഓരോ നാടും ഓരോ തുരുത്തായി മാറാൻ വെമ്പൽ കൊണ്ട ആ കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഭാവി ഒരു വലിയ ചോദ്യചിഹ്നമായി അന്തരീക്ഷത്തിൽ തങ്ങിനിന്നു. ഈ അനിശ്ചിതത്വത്തിന്റെ പുകമഞ്ഞിലാണ് ഏറനാടിന്റെ കുന്നിൻചെരിവികളിൽ ഒരു പുതിയ ശക്തിയുടെ കനൽ എരിഞ്ഞു തുടങ്ങിയത്. ഏറനാട് സ്വരൂപത്തിലെ ഏറാടിമാർ. അവർ ചേരരാജാക്കന്മാരുടെ വിശ്വസ്തരായ സാമന്തന്മാരായിരുന്നു. എന്നാൽ അവരുടെ ശിരകളിലൂടിയ രക്തത്തിൽ അധികാരത്തോടുള്ള അടങ്ങാത്ത ദാഹമുണ്ടായിരുന്നു. ഏറാടിമാർ, വാളിൽ ജീവിച്ചവർ. ഏറനാട് മലപ്പുറത്തിന്റെ ഹൃദയഭൂമി. അവിടത്തെ കാറ്റിനുപോലും കളരിയുടെ താളവും ചോരയുടെ ഗന്ധവുമായിരുന്നു. ഏറാടിമാർ ആ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളായിരുന്നു. മരുമക്കത്തായമെന്ന വിസ്മയകരമായ സാമൂഹിക ക്രമം പിന്തുടർന്ന നായർ പ്രഭുക്കൾ. അവരുടെ ലോകം പുരുഷാധിപത്യത്തിന്റെ സങ്കല്പങ്ങളിൽ നിന്നെത്രയോ ഭിന്നമായിരുന്നു. കുടുംബത്തിന്റെ നിലനിൽപ്പ് സ്ത്രീകളിലൂടെയായിരുന്നു. സഹോദരിയുടെ മകനായിരുന്നു അടുത്ത തലമുറയുടെ അവകാശി. തറവാടിന്റെ വിളക്ക് കെടാതെ കാത്തത് സ്ത്രീകളായിരുന്നു. അവരുടെ ജീവിതം യുദ്ധത്തിനായി ഒഴിഞ്ഞുവെച്ചതായിരുന്നു. ഓരോ പുലരിയും ഉണർന്നിരുന്നത് കളരിയിലെ വൈത്താരികൾ കേട്ടാണ്. ഉരുക്കുമുഷ്ടികളും മെയ്വഴക്കവും കൊണ്ട് അവർ തങ്ങളുടെ ശരീരങ്ങളെ ആയുധങ്ങളാക്കി മാറ്റി. നമ്പൂതിരി ബ്രാഹ്മണരുമായുള്ള സംബന്ധങ്ങൾ അവരുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ നിലനിൽപ്പിന് കരുത്തേകി. ജ്ഞാനവും ശക്തിയും തമ്മിലുള്ള ഈ സഖ്യം ഭാവിയിൽ അവർക്ക് വഴികാട്ടിയായി. അവർ കേവലം യോദ്ധാക്കളായിരുന്നില്ല, തങ്ങളുടെ കാലത്തിനായി കാത്തിരുന്ന തന്ത്രജ്ഞരായിരുന്നു. ചേര സാമ്രാജ്യത്തിന്റെ തകർച്ച അവർക്ക് മുന്നിൽ തുറന്നുകൊടുത്തത് ഒരു പുതിയ ലോകത്തിന്റെ വാതിലുകളായിരുന്നു. ഐതിഹ്യത്തിന്റെ ഒടിഞ്ഞ വാൾ. ഓരോ ഇതിഹാസത്തിനും ഒരു ഉൽപ്പത്തിക്കഥയുണ്ടാകും. സാമൂതിരിമാരുടെ കഥയ്ക്ക് നിറം പകരുന്നത് ചേരമാൻ പെരുമാളിന്റെ ഐതിഹ്യമാണ്. കഥയിങ്ങനെ: അറബിയൻ മണ്ണിലേക്ക് യാത്ര തിരിക്കാനൊരുങ്ങിയ അവസാനത്തെ ചേരമാൻ പെരുമാൾ തന്റെ സാമ്രാജ്യം വിശ്വസ്തരായ നാടുവാഴികൾക്ക് വീതിച്ചു നൽകി. എല്ലാവർക്കും ഭൂമിയും അധികാരവും നൽകിയപ്പോൾ വൈകിയെത്തിയ ഏറനാട്ടിലെ സഹോദരന്മാരായ മാണിക്യനും വിക്രമനും ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അവരുടെ നിരാശ കണ്ട പെരുമാൾ തന്റെ അരയിൽ നിന്നൊരു വാൾ ഊരിയെടുത്തു. അത് കാലപ്പഴക്കത്താൽ ഒടിഞ്ഞുപോയിരുന്നു. ആ ഒടിഞ്ഞ വാൾ അവർക്ക് നൽകി പെരുമാൾ കൽപ്പിച്ചു, ചത്തും കൊന്നും മടക്കിക്കൊള്ളുക. ഈ വാക്കുകൾ ഒരു തീപ്പൊരിയായിരുന്നോ? അതൊരു ശാപമല്ലായിരുന്നോ? അതൊരനുഗ്രഹമായിരുന്നു. സ്വന്തമായൊരു പിടി മണ്ണുപോലും ലഭിക്കാത്തവർക്ക് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള അധികാരപത്രമായിരുന്നു അത്. ഈ കഥ കേരളോൽപ്പത്തി പോലുള്ള പിൽക്കാല ഗ്രന്ഥങ്ങളിൽ നെയ്തെടുത്തതാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഒരുപക്ഷേ തങ്ങളുടെ അധികാരത്തിന് ദൈവീകമായ പരിവേഷം നൽകാൻ സാമൂതിരിമാർ തന്നെ പ്രചരിപ്പിച്ചതുമാവാം ഈ ഐതിഹ്യം. എന്നാൽ ചരിത്രത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നാണ് പറയുന്നത്. ഒരുപക്ഷേ ചേരമാൻ പെരുമാൾ ഒരു വാളും നൽകിയില്ലായിരിക്കാം. കാലം തന്നെയാണ് അവർക്ക് മുന്നിൽ അവസരങ്ങളുടെ വാതിൽ തുറന്നത്. ചോളന്മാരുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ചേരശക്തിയുടെ ശവക്കറമ്പിൽ നിന്നാണ് സാമൂതിരിമാർ തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ആ ഒടിഞ്ഞ വാളിന്റെ കഥ അവരുടെ അടങ്ങാത്ത ഇച്ഛാശക്തിയുടെയും പോരാട്ടവീര്യത്തിന്റെയും പ്രതീകമായി തലമുറകളോളം നിലനിന്നു. കോഴിക്കോടിന്റെ പിറവി, ഒരു ചതുപ്പിൽ വിരിഞ്ഞ താമര. ഏറനാടിന്റെ ഉൾപ്രദേശങ്ങളിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ തങ്ങളുടെ വളർച്ചയ്ക്ക് പരിമിതികളുണ്ടെന്ന ഏറാടിമാർ തിരിച്ചറിഞ്ഞു. ഭാവി കടലിലാണെന്നും വ്യാപാരത്തിലാണെന്നും അവർ മനസ്സിലാക്കി. അവരുടെ കണ്ണുകൾ പടിഞ്ഞാറൻ തീരത്തെ ഒരു ചെറിയ തുരുത്തിലേക്ക് നീണ്ടു. ചതുപ്പും കാടും നിറഞ്ഞ അപ്രശസ്തമായൊരു തീരപ്രദേശം. അതാണ് പിന്നീട് ലോകചരിത്രത്തിന്റെ ഗതി നിർണയിച്ച കോഴിക്കോട്. അന്നാ പ്രദേശം ഭരിച്ചിരുന്നത് പോർലാതിരി രാജാവായിരുന്നു. കോഴിക്കോടിന്റെ മണ്ണിൽ കാലുകുത്താൻ ഏറാടിമാർക്ക് പോർലാതിരിയുടെ അനുവാദം വേണ്ടിയിരുന്നു. എന്നാൽ ഏറാടിമാരുടെ ലക്ഷ്യമതായിരുന്നില്ല. അവർക്ക് ആ മണ്ണ് സ്വന്തമാക്കണമായിരുന്നു.
ഇത് മലബാർ കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നിലേക്ക് നയിച്ചു. 12 വർഷം നീണ്ടുനിന്ന ഘോരമായ യുദ്ധം. പോർലാതിരിയുടെ സൈന്യം ശക്തമായിരുന്നു. എന്നാൽ ഏറാടിമാരുടെ തന്ത്രങ്ങൾക്കും ചതിപ്രയോഗങ്ങൾക്കും മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അടിവിൽ തങ്ങളുടെ കുലദൈവമായ ഭഗവതിയുടെ വിഗ്രഹവുമെടുത്തുകൊണ്ട് പോർലാതിരിക്ക് നാടുവിടേണ്ടി വന്നു. ആ വിജയത്തോടെ ഏറാടിമാർ തങ്ങളുടെ ആസ്ഥാനം നെടുവിരുപ്പിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റി. അവരവിടെ ഒരു കോട്ടയും കൊട്ടാരവും പണിതു. കോയിൽക്കോട്ട എന്ന പേര് ലോപിച്ച് കോഴിക്കോടായി മാറി. അതൊരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. കുന്നുകളുടെയും തിരമാലകളുടെയും അധിപനെന്നർത്ഥം വരുന്ന കുന്നലക്കോനാതിരി എന്ന ബിരുദം അവർ സ്വീകരിച്ചു. ലോകം അവരെ സാമൂതിരി എന്ന് വിളിച്ചു. മാണിവിക്രമൻ, ഒരു സാമ്രാജ്യത്തിന്റെ ശില്പി. സാമൂതിരി വംശത്തിന്റെ ആദ്യത്തെ യഥാർത്ഥ ശില്പിയായി ചരിത്രം വാഴ്ത്തുന്നത് മാണിവിക്രമനെയാണ്. അദ്ദേഹം ഒരു യോദ്ധാവു മാത്രമല്ല, ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയും കൂടിയായിരുന്നു. വ്യാപാരമാണൊരു രാജ്യത്തിന്റെ ജീവരക്തമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം അറബ് ചൈനീസ് വ്യാപാരികളെ കോഴിക്കോട്ടേക്ക് സ്വാഗതം ചെയ്തു. അവർക്കെല്ലാവിധ സുരക്ഷയും വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണത്തിൻ കീഴിൽ കോഴിക്കോട്ട് തുറമുഖം സത്യത്തിന്റെ തുറമുഖമെന്നറിയപ്പെട്ടു. ഒരു വ്യാപാരിയുടെ കപ്പൽ തുറമുഖത്ത് നങ്കൂരമിട്ടാൽ അത് സാമൂതിരിയുടെ സംരക്ഷണയിലായിരിക്കും. കച്ചവടക്കാരൻ മരണപ്പെട്ടാൽ പോലും അയാളുടെ സ്വത്തുക്കൾ അനന്തരാവകാശികൾക്ക് കൈമാറുന്നതുവരെ രാജാവിന്റെ ഖജനാവിൽ സുരക്ഷിതമായിരിക്കും. ഈ സത്യസന്ധതയും വിശ്വാസദാർഹവും കോഴിക്കോടിന്റെ പെരുമ കടൽ കത്തി. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും കച്ചവടക്കപ്പലുകൾ കോഴിക്കോടിന്റെ തീരത്തേക്ക് ഒഴുകിയെത്തി. കുരുമുളകും മേലക്കായും ഇഞ്ചിയും കറുവപ്പട്ടയും കോഴിക്കോടൻ പെരുമ ലോകമെങ്കും പരത്തി. സഹിഷ്ണുതയുടെ വാണിജ്യതന്ത്രം. മാണിവിക്രമന്റെ ഏറ്റവും വലിയ വിജയം മതസഹിഷ്ണുതയെ ഒരു ഭരണതന്ത്രമായി ഉപയോഗിച്ചതാണ്. അറബ് വ്യാപാരികളിലൂടെ ഇസ്ലാം മതം തീരപ്രദേശങ്ങളിൽ വേരുറപ്പിച്ചിരുന്നു. സാമൂതിരി അവരെ ശത്രുക്കളായി കണ്ടില്ല, മറിച്ച് മിത്രങ്ങളാക്കി. അദ്ദേഹം മുസ്ലിം നാവികരെ, അതായത് മാപ്പിളമാരെ, തന്റെ സൈന്യത്തിന്റെ, പ്രത്യേകിച്ച് നാവികസേനയുടെ ഭാഗമാക്കി. കുഞ്ഞാലിമരക്കാർമാരെന്ന ഇതിഹാസ നാവികയോദ്ധാക്കളുടെ പരമ്പരയ്ക്ക് അടിത്തറയിട്ടത് ഈ നയമായിരുന്നു. ഓരോ ഹിന്ദു മുഖവൻ കുടുംബത്തിൽ നിന്നും ഒരാളെങ്കിലും ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചതായി പോലും പറയപ്പെടുന്നു. ഇത് കച്ചവടബന്ധങ്ങൾ സുദൃഢമാക്കാനും മികച്ച നാവികരെ ലഭിക്കാനും സഹായിച്ചു. പള്ളികൾ പണിയാൻ അദ്ദേഹം സ്ഥലം നൽകി. ഈ മതസൗഹാർദ്ദം കോഴിക്കോടിന് നൽകിയത് സമാധാനം മാത്രമല്ല, അളവറ്റ സമ്പത്തും കൂടിയാണ്. അങ്ങനെ 12-ാം നൂറ്റാണ്ടിന്റെ പ്രഭാതത്തിൽ ചേര സാമ്രാജ്യത്തിന്റെ ചാരത്തിൽ നിന്നും ഐതിഹ്യങ്ങളുടെ ചിറകിലേറി ഒരു ഒടിഞ്ഞ വാളിന്റെ പ്രചോദനത്തിൽ കോഴിക്കോടെന്ന മഹാനഗരം ഉദയം ചെയ്തു. അതിന്റെ അമരത്ത് കുന്നിന്റെയും കടലിന്റെയും അധിപനായി സാമൂതിരിമാർ തങ്ങളുടെ സിംഹാസനമുറപ്പിച്ചു. അത് കേരള ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. ചോരയും വിയർപ്പും തന്ത്രങ്ങളും കൊണ്ട് അവർ എഴുതാൻ തുടങ്ങിയ ഒരു ഇതിഹാസത്തിന്റെ ആദ്യ താളുകൾ. ഭാഗം 2. വളർച്ചയും മാമാങ്കവും. വള്ളുവനാട്ടിലെ പകയും ചാവേറുകളും. തിരുനാവായയിലെ നിലപാട് തറ, അധികാരത്തിന്റെ സിംഹാസനം. കോഴിക്കോടിന്റെ ഖജനാവ് അറബിക്കടലിലെ തിരമാലകളെപ്പോലെ ഉയർന്നുവന്നപ്പോൾ സാമൂതിരിയുടെ അധികാരമോഹവും വളർന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു പുണ്യഭൂമിയിൽ പതിഞ്ഞു. തിരുനാവായ. അതൊരു സാധാരണ മണ്ണായിരുന്നില്ല. കേരളത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ആത്മാവ് കുടികൊണ്ട ഇടമായിരുന്നു അത്. 12 വർഷത്തിലൊരിക്കൽ മാഘമാസത്തിലെ മകം നാളിൽ അവിടെ അരങ്ങേറുന്ന മാമാങ്കം എന്ന മഹോത്സവം കേരളത്തിന്റെ ചക്രവർത്തി പദവിയുടെ പ്രഖ്യാപനമായിരുന്നു. ആ മഹോത്സവത്തിന് അധ്യക്ഷത വഹിക്കുന്ന രാജാവ് രക്ഷാപുരുഷൻ എന്നറിയപ്പെട്ടു. നൂറ്റാണ്ടുകളായി ആ പദവി അലങ്കരിച്ചിരുന്നത് വള്ളുവനാട്ടിലെ രാജാവായ വള്ളുവക്കോനാതിരിയായിരുന്നു. സാമൂതിരിക്ക് ആ പദവി വേണമായിരുന്നു. തിരുനാവായയിലെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ അധിപനായി സ്വയം പ്രഖ്യാപിക്കണം. അത് വെറുമൊരു അധികാരമോഹമായിരുന്നില്ല, കോഴിക്കോടിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു അത്. ചോരപുഴയായ യുദ്ധം, തിരുനാവായയ്ക്കു വേണ്ടിയുള്ള പോരാട്ടം. ഏകദേശം 13-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സാമൂതിരി തന്റെ സൈന്യത്തെ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് നയിച്ചു. അതൊരു സാധാരണ സൈനിക നീക്കമായിരുന്നില്ല. കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഒരു യുദ്ധത്തിനുള്ള കാഹളമായിരുന്നു അത്. വള്ളുവക്കോനാതിരി നൂറ്റാണ്ടുകളായി തങ്ങളുടെ പൂർവികർ കാത്തുസൂക്ഷിച്ച മാമാങ്കത്തിന്റെ രക്ഷാപുരുഷസ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അത് അഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു. യുദ്ധം തുടങ്ങിയത് ഭാരതപ്പുഴയുടെ വടക്കേക്കരയിലായിരുന്നു. സാമൂതിരിയുടെ നായർ പടയാളികൾ പുഴ കടന്ന് വള്ളുവനാടൻ ഗ്രാമങ്ങളെ ആക്രമിച്ചു. ഓരോ ഗ്രാമവും ഒരു യുദ്ധക്കളമായി മാറി. കളരിയിൽ പഠിച്ച അടവുകൾ യോദ്ധാക്കൾ പരസ്പരം പ്രയോഗിച്ചു. വാളുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. മുറിവേറ്റവരുടെ നിലവിളികൾ ആകാശത്തേക്കുയർന്നു.
വള്ളുവനാടൻ പടയാളികൾ തങ്ങളുടെ നാടിനുവേണ്ടി വീറോടെ പോരാടി. എന്നാൽ സാമൂതിരിയുടെ സൈന്യം വലതും ശക്തവുമായിരുന്നു. അവർക്ക് അറബി വ്യാപാരികളിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളുടെ പിൻബലമുണ്ടായിരുന്നു. അതിലുപരി സാമൂതിരി ഒരു തന്ത്രശാലിയായിരുന്നു. അദ്ദേഹം വള്ളുവക്കോനാതിരിയുടെ സഖ്യകക്ഷികളെ ഓരോരുത്തരായി തന്റെ പക്ഷത്തേക്ക് മാറ്റി. ഒറ്റപ്പെട്ട വള്ളുവക്കോനാതിരിക്ക് പിടിച്ചു നിൽക്കാനായില്ല. യുദ്ധം തിരുനാവായ മണപ്പുറത്തേക്ക് നീങ്ങി. അവിടെ വാഗയൂരിലെ ക്ഷേത്രമുറ്റത്ത് വെച്ച് നടന്ന അവസാന പോരാട്ടത്തിൽ വള്ളുവനാടൻ സൈന്യം പൂർണ്ണമായും പരാജയപ്പെട്ടു. ആയിരക്കണക്കിന് യോദ്ധാക്കളുടെ ചോരയാൽ ഭാരത പുഴച്ചുവന്നു. അപമാനിതനായ വള്ളുവക്കോനാതിരിക്ക് തന്റെ തലസ്ഥാനമായ അങ്ങാടിപ്പുറത്തേക്ക് പിൻവാങ്ങേണ്ടി വന്നു. ആ നിമിഷം തിരുനാവായിലെ നിലപാട് തറയിൽ സാമൂതിരി തന്റെ വിജയക്കൊടി നാട്ടി. അദ്ദേഹം മാമാങ്കത്തിന്റെ പുതിയ രക്ഷാപുരുഷനായി. അതോടെ കോഴിക്കോട് കേരളത്തിലെ ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി മാറി. മാമാങ്കം ഉത്സവവും പകയും. സാമൂതിരിയുടെ കീഴിൽ മാമാങ്കം അതിന്റെ പ്രൗഢിയുടെ പരമയത്തിലെത്തി. 28 ദിവസം നീണ്ടുനിൽക്കുന്ന ആ മഹോത്സവം ഒരു വാണിജ്യ സാംസ്കാരിക വിസ്മയമായിരുന്നു. ഭാരതത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും, അറേബ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വരെ കച്ചവടക്കാരും കലാകാരന്മാരും പണ്ഡിതന്മാരും തിരുനാവായയിലെ മണൽത്തരികളിൽ സംഗമിച്ചു. ആനകൾ സ്വർണ്ണ നെറ്റിപ്പട്ടം കെട്ടി നിരന്നു നിന്നു. കളരിപ്പയറ്റിന്റെ അഭ്യാസ പ്രകടനങ്ങൾ കാണികളെ കോരിത്തരിപ്പിച്ചു. കഥകളിയും മോഹിനിയാട്ടവും രാവുകളെ പകലാക്കി മാറ്റി. എന്നാൽ ഈ ആഘോഷങ്ങൾക്ക് പിന്നിൽ വള്ളുവക്കോനാതിരിയുടെ നെഞ്ചിലെരിഞ്ഞ പകയുടെ കനലുണ്ടായിരുന്നു. തനിക്കും തന്റെ നാടിനും സംഭവിച്ച അപമാനം അയാൾക്ക് മറക്കാനായില്ല. ആ പകയുടെ പ്രതിഫലനമായിരുന്നു ഓരോ മാമാങ്കത്തിലും അരങ്ങേറിയ ചോരക്കളി. ചാവേറുകൾ, മരണത്തെ പ്രണയിച്ചവർ. വള്ളുവനാട്ടിലെ 4 പ്രമുഖ നായർ തറവാടുകളിൽ നിന്നുള്ള യോദ്ധാക്കൾ തങ്ങളുടെ രാജാവിന് സംഭവിച്ച അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി. അവരാണ് ചാവേറുകൾ. മാമാങ്കത്തിന്റെ അവസാന ദിവസം ആയിരക്കണക്കിന് സാമൂതിരിയുടെ സൈനികർ കാവൽ നിൽക്കുന്ന നിലപാട് തറയിലേക്ക് സാമൂതിരിയെ വധിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ അവർ പാഞ്ഞെടുത്തു. അതൊരാത്മഹത്യാപരമായ ദൗത്യമായിരുന്നു. വിജയം അസാധ്യമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ അഭിമാനത്തിനു വേണ്ടി മരണത്തെ പുൽകിയ ധീരന്മാരായിരുന്നു അവർ. ഓരോ മാമാങ്കത്തിലും ഈ ദാരുണമായ നാടകം ആവർത്തിച്ചു. 1683 മാമാങ്കം. പുതുമന കന്ദർമേനോൻ എന്ന ചാവേർ തലവൻ 17 വയസ്സുകാരനായ ഒരു ബാലൻ ഉൾപ്പെടെ ഒരു സംഘവുമായി നിലപാട് തറയിലേക്ക് ഇരച്ചുകയറി. അവർ സാമൂതിരിയുടെ സൈനികരെ വെട്ടിവീഴ്ത്തി മുന്നേറി. നിലപാട് തറയുടെ പടവുകൾ ചോരയിൽ കുളിച്ചു. അവസാനം എല്ലാവരും വെട്ടിയിട്ടു വീണു. 1695 മാമാങ്കം. ഒരു 16കാരനായ ചാവേറ് അത്ഭുതകരമായി എല്ലാ പ്രതിരോധങ്ങളെയും ഭേദിച്ച് സാമൂതിരിയുടെ തൊട്ടുമുന്നിലെത്തി. അവൻ അവന്റെ വാള് രാജാവിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞുവീശി. എന്നാൽ സാമൂതിരിയുടെ മുന്നിൽ കത്തിക്കൊണ്ടിരുന്ന ഒരു നിലവിളക്കിന്റെ തട്ടിൽ തട്ടി ആ വാള് തെന്നിമാറി. ഒരു ദൈവിക ഇടപെടൽ പോലെ സാമൂതിരി രക്ഷപ്പെട്ടു. ആ യുവാവിനെ സൈനികർ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊന്നു. ഈ ചാവേറുകൾ ഒരിക്കലും വിജയിച്ചില്ല. പക്ഷേ അവരുടെ വീരമൃത്യു വള്ളുവനാടിന്റെയും കേരളത്തിന്റെയും നാടോടിപ്പാട്ടുകളിൽ അനശ്വരമായി. സാമ്രാജ്യത്തിന്റെ വികാസം. മാമാങ്കം പിടിച്ചടക്കിയതോടെ സാമൂതിരിയുടെ അധികാരം ചോദ്യം ചെയ്യാനാവാതായി. 15ാം നൂറ്റാണ്ടിൽ കോഴിക്കോടിന്റെ സാമ്രാജ്യം വികസിച്ചു. വെട്ടത്തുനാട്, ബേപ്പൂർ, ചാലിയം, പരപ്പുനാട്, താനൂർ തുടങ്ങിയ തീരദേശ രാജ്യങ്ങളെല്ലാം കോഴിക്കോടിന്റെ മേൽക്കോയ്മ അംഗീകരിച്ചു. കരയിലും കടലിലും ഒരുപോലെ യുദ്ധങ്ങൾ നടന്നു. സാമൂതിരിയുടെ നായർപ്പട കരയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അറബി നാവികരുടെ പിൻബലമുള്ള നാവികസേന കടലിൽ എതിരാളികളെ തുരത്തി. ഈ കാലഘട്ടത്തിൽ കോഴിക്കോട് അതിന്റെ സുവർണ കാലഘട്ടത്തിലെത്തി. തുറമുഖം സുഗന്ധവ്യഞ്ജനങ്ങളുടെ ലോക തലസ്ഥാനമായി മാറി. ഷാ ബന്ദർ കോയ എന്ന മുസ്ലിം ഉദ്യോഗസ്ഥനായിരുന്നു തുറമുഖത്തിന്റെ ഭരണം. ഇത് മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. നഗരം സമ്പന്നമായിരുന്നു. പ്രഭുക്കന്മാരുടെ തറവാടുകളിൽ വിരുന്നുകളും കലാസംഗമങ്ങളും പതിവായിരുന്നു. സാമൂതിരിയുടെ കൊട്ടാരം പണ്ഡിതന്മാരുടെയും കവികളുടെയും സംഗമവേദിയായിരുന്നു. 18 കവികളടങ്ങുന്ന 18 കവികൾ എന്ന പണ്ഡിത സദസ്സ് പ്രസിദ്ധമായിരുന്നു. അങ്ങനെ ചാവേറുകളുടെ ചോര വീണ് കുതിർന്ന തിരുനാവായിയിലെ മണൽത്തരികൾക്ക് മുകളിലൂടെ സാമൂതിരിമാർ തങ്ങളുടെ അധികാരത്തിന്റെ കൊടിക്കൂര നാട്ടി. വാളുകൊണ്ടും തന്ത്രം കൊണ്ടും അവർ പടുത്തുയർത്തിയ ആ സാമ്രാജ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായി മാറുകയായിരുന്നു. എന്നാൽ അവരറിഞ്ഞിരുന്നില്ല, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു പുതിയ കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. വെള്ളി വെളിച്ചം വിതരുന്ന പായക്കപ്പലുകളുമായി വാസ്കോഡഗാമ എന്ന പറങ്കി നാവികൻ കോഴിക്കോടിന്റെ തീരത്തേക്ക് യാത്ര തിരിച്ചിരുന്നു. അത് മറ്റൊരു ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു. ഭാഗം 3. പറങ്കികളുടെ വരവ്, വാസ്കോഡഗാമയും രക്തരൂക്ഷിത പോരാട്ടങ്ങളും. ഒരു യുഗത്തിന്റെ അന്ത്യം, കാപ്പാട്ടയാ ദിനം.
1498 മെയ് 20 കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ഇരുണ്ട മഷികൊണ്ട് എഴുതപ്പെട്ട ഒരു ദിനം. അറബിക്കടലിന്റെ നീലത്തിരകൾ കാപ്പാടിന്റെ മണൽപ്പരപ്പിൽ അലയടിച്ചപ്പോൾ ഒരു പുതിയ യുഗം അവിടെ കാലുകുത്തി. പ്രഭാതത്തിന്റെ മഞ്ഞ വെളിച്ചത്തിൽ മുക്കുവർ വലയെറിയവേ ചക്രവാളത്തിൽ 3 പടുകൂറ്റൻ കപ്പലുകൾ പ്രത്യക്ഷപ്പെട്ടു. അവയുടെ വെളുത്ത പായ്മരങ്ങളിൽ അപരിചിതമായ കുരിശിന്റെ ചിഹ്നം മിന്നിത്തിളങ്ങി. വാസ്കോഡ ഗാമ, പോർച്ചുഗീസിന്റെ നാവികനായകൻ, യൂറോപ്പിന്റെ ആർത്തിയും ആസക്തിയും വഹിച്ച് കോഴിക്കോടിന്റെ തീരത്തെത്തി. അവർ കച്ചവടക്കാരുടെ മുഖമൂടിയണിഞ്ഞാണ് വന്നത്. പക്ഷേ അവരുടെ കണ്ണുകളിൽ കത്തിയെരിഞ്ഞത് കീഴടക്കലിന്റെ തീപ്പൊരികളായിരുന്നു. കേരളത്തിന്റെ സുഗന്ധദ്രവ്യങ്ങളുടെ സമ്പത്ത് അവർക്ക് വേണമായിരുന്നു. സാമൂതിരി രാജാവ് വിദേശികളെ സൗഹൃദത്തോടെ സ്വീകരിക്കുന്ന പാരമ്പര്യം പിന്തുടർന്നു. നൂറ്റാണ്ടുകളായി അറബികളും ചൈനക്കാരും പേർഷ്യക്കാരും കോഴിക്കോടിന്റെ തുറമുഖത്ത് എത്തിയിരുന്നു. ഗാമയെയും സംഘത്തെയും അദ്ദേഹം ആഘോഷപൂർവ്വം സ്വീകരിച്ചു. പക്ഷേ ആദ്യ കൂട്ടിക്കാഴ്ചയിൽ തന്നെ അപശകുനങ്ങൾ ദൃശ്യമായി. ഗാമയുടെ സമ്മാനങ്ങൾ ഏതാനും തുണിത്തുണ്ടുകൾ, തൊപ്പികൾ, പഞ്ചസാര, എണ്ണപ്പാത്രങ്ങൾ. ഇത് സാമൂതിരിയുടെ ഉപദേശകർക്ക് ചിരിയുണർത്തി. ഇതെന്ത് അപമാനം! അവർ മന്ത്രിച്ചു. അറബി വ്യാപാരികൾ സ്വർണവും ആനക്കൊമ്പും കൊണ്ടുവരുമ്പോൾ ഈ പറങ്കികൾ എന്താണ് കൊണ്ടുവന്നത്? അറബി വ്യാപാരികൾ കോഴിക്കോടിന്റെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ നട്ടെല്ല്. മുന്നറിയിപ്പ് നൽകി, ഈ വെള്ളക്കാർ കച്ചവടക്കാരല്ല, കടൽ കൊള്ളക്കാരാണ്. ഇവർ നമ്മുടെ തുറമുഖം തകർക്കും. അവരുടെ ഭയം യാഥാർത്ഥ്യമായിരുന്നു. ഗാമ വ്യാപാര ഉടമ്പടി ലഭിക്കില്ലെന്ന് മനസ്സിലാക്കി. കോപാകുലനായി അവൻ തന്റെ യഥാർത്ഥ മുഖം കാട്ടി. തിരിച്ചു പോകുമ്പോൾ കാപ്പാട്ട തീരത്തുനിന്ന് ഏതാനും മുക്കുവരെയും കോഴിക്കോട്ടുകാരെയും ബന്ധികളാക്കി കപ്പലിലേക്ക് കൊണ്ടുപോയി. അതൊരു പ്രഖ്യാപനമായിരുന്നു. സൗഹൃദത്തിനല്ല, യുദ്ധത്തിനാണ് പോർച്ചുഗീസുകാർ വന്നിരിക്കുന്നത്. കബ്രാളിന്റെ ക്രൂരത. കോഴിക്കോട് കത്തിയെരിഞ്ഞ രാത്രി. 1498 ഗാമയുടെ വരവൊരു മുന്നറിയിപ്പ് മാത്രമായിരുന്നു. യഥാർത്ഥ യുദ്ധം തുടങ്ങിയത് 1500 പെഡ്രോ അൽവാരെസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ 13 കപ്പലുകളുമായി പോർച്ചുഗീസുകാർ വീണ്ടും എത്തിയപ്പോൾ. കബ്രാൾ ആക്രമണകാരിയായിരുന്നു. അവന്റെ ലക്ഷ്യം കോഴിക്കോടിന്റെ സുഗന്ധവ്യഞ്ജന വ്യാപാരം പൂർണ്ണമായി കൈയടക്കുക, അറബി വ്യാപാരികളെ തുരത്തുക എന്നതായിരുന്നു. സാമൂതിരിയുടെ അനുവാദത്തോടെ അവർ തുറമുഖത്തൊരു വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചു. പക്ഷേ അവരുടെ ഉദ്ദേശം വ്യക്തമായിരുന്നു. അറബിക്കപ്പലുകൾ പിടിച്ചെടുക്കുക, കോഴിക്കോടിന്റെ വ്യാപാരത്തെ തകർക്കുക. അറബി വ്യാപാരികൾ മാപ്പിള സമുദായത്തിന്റെ പിന്തുണയോടെ ഇതിനെതിരെ പ്രതിഷേധിച്ചു. 1500 ഡിസംബർ 16 കോഴിക്കോട്ടെ ജനങ്ങൾ പോർച്ചുഗീസ് വ്യാപാര കേന്ദ്രം ആക്രമിച്ചു. 70ഓളം പോർച്ചുഗീസുകാർ കൊല്ലപ്പെട്ടു. ഇത് കബ്രാളിനെ പ്രകോപിപ്പിച്ചു. പ്രതികാരദാഹിയായി അവൻ തന്റെ 13 കപ്പലുകളിലെ പീരങ്കികൾക്ക് ഉത്തരവിട്ടു, കോഴിക്കോടിനെ തീയിൽ മൂക്കുക. അന്നു രാത്രി കോഴിക്കോടിന്റെ തുറമുഖം അഗ്നിക്കിരയായി. പോർച്ചുഗീസ് കപ്പലുകളിൽ നിന്ന് തീയുണ്ടകൾ വർഷിച്ചു. തുറമുഖത്തെ കച്ചവടക്കപ്പലുകളും മുക്കുവരുടെ വള്ളങ്ങളും വ്യാപാര ഗോഡൌണുകളും എല്ലാം കത്തിയെരിഞ്ഞു. നഗരത്തിന്റെ തെരുവുകൾ ചോരയിൽ കുതിർന്നു. നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിനാളുകൾ വെന്തുമരിച്ചു. കബ്രാൾ 600ഓളം കപ്പലുകൾ പിടിച്ചെടുത്തു. ചരക്കുകൾ കൊള്ളയടിച്ചു, തീവെച്ചു. കോഴിക്കോടിന്റെ മണ്ണിൽ നൂറ്റാണ്ടുകളുടെ സമാധാനഭരിതമായ വ്യാപാര പാരമ്പര്യം പുകഞ്ഞു. സാമൂതിരി തന്റെ നഗരം കത്തുന്നത് കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് നോക്കി നിന്നു. ഹൃദയം തകർന്നു. പക്ഷേ ധൈര്യം കൈവിട്ടില്ല. യുദ്ധകാഹളം. കൊച്ചിയും കോഴിക്കോടും ഒരു നൂറ്റാണ്ടിന്റെ പോരാട്ടം. കബ്രാളിന്റെ ക്രൂരത സാമൂതിരിയെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. 1500 സിംഹാസനത്തിലേറിയ പുതിയ സാമൂതിരി ഒരു ധീരനായ യോദ്ധാവായിരുന്നു. അദ്ദേഹം മനസ്സിലാക്കി, പോർച്ചുഗീസുകാർ കടലിൽ ശക്തരാണ്. പക്ഷെ കരയിൽ നായർ പടകൾക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അദ്ദേഹത്തിന്റെ ആദ്യ ലക്ഷ്യം കൊച്ചിയായിരുന്നു. പോർച്ചുഗീസുകാർക്ക് അഭയം നൽകിയ സാമൂതിരിയുടെ പരമ്പരാഗത ശത്രു. 1503 സാമൂതിരി 40,000ഓളം നായർ പടയാളികളെ സംഘടിപ്പിച്ചു. കോഴിക്കോട്ടുനിന്ന് കൊച്ചിയിലേക്കുള്ള മാർച്ച് ഒരു ഘോഷയാത്ര പോലെയായിരുന്നു. ഇടപ്പള്ളിയിൽ വെച്ച് നടന്ന യുദ്ധം ഘോരമായിരുന്നു. കൊച്ചി രാജാവിന്റെ സൈന്യം നായർമാർക്ക് മുന്നിൽ തകർന്നു. പോർച്ചുഗീസ് സൈനികർ പിന്തുണ നൽകി. എങ്കിലും സാമൂതിരിയുടെ തന്ത്രം വിജയിച്ചു. അവർ കൊച്ചു നഗരം പിടിച്ചെടുത്തു. കൊച്ചി രാജാവ് വൈപ്പിംഗ് ദ്വീപിലേക്ക് പലായനം ചെയ്തു. പക്ഷേ കാലവർഷമെത്തിയപ്പോൾ സാമൂതിരി തന്റെ പ്രധാന സൈന്യത്തോട് കോഴിക്കോട്ടേക്ക് മടങ്ങിവന്നു. ഈ അവസരം മുതലാക്കി കൂടുതൽ പോർച്ചുഗീസ് സൈന്യം കൊച്ചിയിലെത്തി. അവരുടെ പീരങ്ങിയേൽക്കു മുന്നിൽ സാമൂതിരിയുടെ ചെറിയ സൈന്യത്തിനെ പിന്മാറേണ്ടി വന്നു. കൊച്ചി പോർച്ചുഗീസ് സഖ്യം തിരിച്ചെടുത്തു. ഈ യുദ്ധമൊരു പാഠമായിരുന്നു. കരയിൽ നായർമാർ അജീയരാണ്,
പക്ഷേ കടലിൽ പോർച്ചുഗീസ് പീരങ്കികൾ അപ്രതിരോധ്യമാണ്. 1510 പോർച്ചുഗീസ് വൈസ്രായ് അൽഫോൻസോ ഡി അൽബുർക്കെർക്ക് കോഴിക്കോടിനെ പിടിച്ചടക്കാൻ തീരുമാനിച്ചു. 20 കപ്പലുകളും 1800 സൈനികരുമായി അവൻ കോഴിക്കോട്ടെത്തി. തുടക്കത്തിൽ വിജയം അവർക്കായിരുന്നു. പോർച്ചുഗീസുകാർ തുറമുഖം പിടിച്ചെടുത്തു. സാമൂതിരിയുടെ കൊട്ടാരം കൊള്ളയണിച്ചു. പക്ഷേ ഇത് സാമൂതിരിയുടെ ഒരു കെണിയായിരുന്നു. നഗരത്തിന്റെ ഇടുങ്ങിയ തെരുവുകളിലേക്ക് പോർച്ചുഗീസുകാരെ വലിച്ചിഴച്ചു. 30,000-ഓളം നായർമാരും മാപ്പിള സൈനികരും അറബി വ്യാപാരികളും അവിടെ ഒളിഞ്ഞിരുന്നു. ഹരഹര തള്ളിദേവനെ എന്ന ആർപ്പുവിളികൾ മുഴങ്ങി. വാളുകൾ മിന്നി. പോർച്ചുഗീസുകാർ വലയപ്പെട്ടു. 500-ഓളം പോർച്ചുഗീസുകാർ കൊല്ലപ്പെട്ടു. അൽബുർക്കെർക്കിന് ഗുരുതരമായി പരിക്കേറ്റു. അവന്റെ കപ്പലിലേക്ക് ഓടിപ്പോകുമ്പോൾ നായർമാരുടെ വാൾമുനകൾ അവന്റെ പിന്നാലെ പാഞ്ഞു. പോർച്ചുഗീസുകാർ അപമാനിതരായി പിന്മാറി. അത് സാമൂതിരിയുടെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു. ഭാഗം 4. കുഞ്ഞാലി മരയ്ക്കാർമാർ, കടലിലെ പുലികളും ചാലിയം യുദ്ധവും. അറബിക്കടലിന്റെ തിരമാലകൾക്കിടയിൽ പോർച്ചുഗീസ് കപ്പലുകളുടെ പീരങ്കികൾ മുഴങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ സാമൂതിരി ഒരു പുതിയ യുദ്ധതന്ത്രം കണ്ടെത്തി. കരയിൽ പോർച്ചുഗീസുകാരുടെ ആധുനിക ആയുധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ സാമൂതിരി കടലിനെ തന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാക്കി. അങ്ങനെ ഉയർന്നുവന്നവരാണ് മരയ്ക്കാർമാർ, കടലിലെ പുലികൾ, മാപ്പിള സമുദായത്തിലെ ധീരരായ നാവികർ. അവരുടെ കഥ ധീരതയുടെയും ത്യാഗത്തിന്റെയും ഒടുവിൽ വിശ്വാസവഞ്ചനയുടെയും ഐതിഹാസികമായ ഒരധ്യായമാണ്. പോർച്ചുഗീസ് ഭീഷണിയും നാവികസേനയുടെ ഉദയവും. 1500കളുടെ തുടക്കത്തിൽ പോർച്ചുഗീസുകാർ കോഴിക്കോടിന്റെ തുറമുഖത്തെ ലക്ഷ്യമാക്കി. സാമൂതിരിയുടെ നായർ പടകൾ കരയിൽ ധീരമായി പൊരുതിയെങ്കിലും പോർച്ചുഗീസുകാരുടെ പീരങ്കികളും കപ്പലുകളും അവരെ പിന്നോട്ടടിപ്പിച്ചു. 1500-ൽ കബ്രാളിന്റെ ആക്രമണത്തിൽ കോഴിക്കോട് നഗരം കത്തിയമർന്നപ്പോൾ സാമൂതിരി മനസ്സിലാക്കി, കടലാണ് യഥാർത്ഥ യുദ്ധഭൂമി. അറബി വ്യാപാരികളുമായുള്ള പഴയ സഖ്യം ഉപയോഗിച്ച് അദ്ദേഹം ഒരു നാവികസേന രൂപീകരിച്ചു. ഇതിന്റെ തലവന്മാരായി ഉയർന്നുവന്നത് മരയ്ക്കാർ കുടുംബം, കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കുടിയേറിയ മാപ്പിളമാർ. മരയ്ക്കാർമാർ സാമൂതിരിയുടെ വിശ്വസ്തരായിരുന്നു. കുഞ്ഞാലി എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. അവരുടെ യുദ്ധതന്ത്രം ഗറില്ല രീതിയായിരുന്നു. ചെറിയ പടവുകൾ എന്നറിയപ്പെടുന്ന ഓടിവള്ളങ്ങൾ ഉപയോഗിച്ച് വലിയ പോർച്ചുഗീസ് കപ്പലുകളെ വാലയുന്നു. മിന്നലാക്രമണങ്ങൾ നടത്തി അപ്രത്യക്ഷനാകുന്ന അവരുടെ യുദ്ധതന്ത്രം പോർച്ചുഗീസുകാരെ പകച്ചു നിൽപ്പിച്ചു. ഒരു രാത്രി അറബിക്കടലിന്റെ ഇരുട്ടിൽ അവരുടെ പടവുകൾ ഒരു പോർച്ചുഗീസ് കപ്പലിനെ വലഞ്ഞു. തിരമാലകൾ അലറുന്നു. മഴ പെയ്യുന്നു. മരയ്ക്കാർമാർ വാൾമുനകൾ ഉയർത്തി പാഞ്ഞെടുക്കുന്നു. പോർച്ചുഗീസുകൾ പീരങ്കികൾ ഉപയോഗിച്ചും മരയ്ക്കാർമാരുടെ വേഗത അവരെ പരാജയപ്പെടുത്തി. കപ്പലുകൾ കത്തിയമർന്നു. കടൽ ചുവന്നതായി മാറി. കുഞ്ഞാലി രണ്ടാമൻ മിന്നലാക്രമണങ്ങളുടെ രാജാവ്. കുഞ്ഞാലി ഒന്നാമന്റെ പിൻഗാമി കുട്ടിയല്ലി മരയ്ക്കാർ കുഞ്ഞാലി രണ്ടാമൻ ധീരമായ ആക്രമണങ്ങളിലൂടെ പേരെടുത്തു. അദ്ദേഹം പോർച്ചുഗീസ് കപ്പലുകളെ ഗോവയ്ക്കടുത്തുവച്ചും ശ്രീലങ്കയിൽ വെച്ചും ആക്രമിച്ചു. ഒരു കൊടുങ്കാറ്റുള്ള രാത്രി അറബിക്കടലിന്റെ ആഴങ്ങളിൽ അദ്ദേഹത്തിന്റെ പടവുകൾ ഒരു പോർച്ചുഗീസ് കപ്പൽ വ്യൂഹത്തെ വലഞ്ഞു. തിരമാലകൾ അലറുന്നു. മഴ പെയ്യുന്നു. മരയ്ക്കാർമാർ വാൾമുനകൾ വീർത്തി പാഞ്ഞെടുക്കുന്നു. പോർച്ചുഗീസുകാർ പീരങ്കികൾ ഉപയോഗിച്ചും മരയ്ക്കാർമാരുടെ വേഗത അവരെ പരാജയപ്പെടുത്തി. കപ്പലുകൾ കത്തിയമർന്നു. കടൽ ചുവന്നതായി മാറി. കുഞ്ഞാലി മൂന്നാമൻ പട്ടുമരയ്ക്കാറിന്റെ കാലത്താണ് ചരിത്രപ്രസിദ്ധമായ ചാലിയം യുദ്ധം നടക്കുന്നത്. പോർച്ചുഗീസുകാർ 1531-ൽ ചാലിയത്ത് ഒരു കോട്ട പണിതിരുന്നു. സാമൂതിരിയുടെ ഹൃദയഭാഗത്ത് ഒരു ശത്രു താവളം പോലെയായിരുന്നു അത്. സാമൂതിരി അതിനെ നെഞ്ചിലെ കടാര എന്നാണ് വിശേഷിപ്പിച്ചത്. 40 വർഷത്തോളം അതൊരു പേടി സ്വപ്നമായി നിലകൊണ്ടു. 1571-ൽ സാമൂതിരിയുടെ കരസൈന്യം കോട്ട വലഞ്ഞു. പട്ടുമരയ്ക്കാരുടെ നാവികസേന കടലിൽ നിന്നും ഉപരോധം തീർത്തു. മാസങ്ങൾ നീണ്ട യുദ്ധം. കോട്ടയ്ക്കകത്ത് പോർച്ചുഗീസുകാർ പട്ടിണിയിലായി. ഒടുവിലവർ കീഴടങ്ങി. സാമൂതിരി ആ കോട്ട പൂർണ്ണമായി തകർത്തു. ഒരു കല്ലുപോലും ശേഷിക്കാതെ വിദേശാധിപത്യത്തിനെതിരായ ഒരു പ്രതീകമായി. സന്തുഷ്ടനായ സാമൂതിരി പട്ടുമരയ്ക്കാരന് പൊന്നാനിയിലൊരു കോട്ട പണിയാനും സ്വന്തമായി നാണയമടിക്കാനും അധികാരം നൽകി. കുഞ്ഞാലി നാലാമൻ ധീരന്റെ ഉയർച്ചയും ദുരന്തപൂർണമായ പതനവും. കുഞ്ഞാലി നാലാമനായ മുഹമ്മദ് അലി മരയ്ക്കാറായിരുന്നു മരയ്ക്കാർമാരിൽ ഏറ്റവും പ്രഗത്ഭൻ. അദ്ദേഹം പോർച്ചുഗീസുകാരെ വിറപ്പിച്ചു.
എന്നാൽ അദ്ദേഹത്തിന്റെ വളർച്ച സാമൂതിരിയിൽ ആശങ്കയുളവാക്കി. സാമൂതിരി തന്റെ നൂറ്റാണ്ടുകാലത്തെ ശത്രുക്കളായ പോർച്ചുഗീസുകാരുമായി സഖ്യമുണ്ടാക്കി. അതൊരു ചരിത്രപരമായ വിഡ്ഢിത്തമായിരുന്നു. സാമൂതിരിയുടെ കരസൈന്യം കരയിൽ നിന്നും പോർച്ചുഗീസ് നാവികസേന കടലിൽ നിന്നും കുഞ്ഞാലിയുടെ കോട്ട വലഞ്ഞു. മാസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഭക്ഷണവും വെള്ളവും തീർന്നപ്പോൾ കുഞ്ഞാലി സാമൂതിരിക്ക് മുന്നിൽ കീഴടങ്ങി. പക്ഷേ അതൊരു ചതിയായിരുന്നു. പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ ബന്ദിയാക്കി ഗോവയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി തല വെട്ടിക്കൊന്നു. ശരീരം 4 മുറിച്ച് പലയിടത്തും പ്രദർശിപ്പിച്ചു. തല ഉപ്പിലിട്ട് കണ്ണൂൽ കോട്ടയിൽ നാട്ടി ഒരു ക്രൂരമായ മുന്നറിയിപ്പായി. സ്വന്തം രാജാവിന്റെ വിശ്വാസവഞ്ചന, ശത്രുക്കളുടെ ക്രൂരത, ഒരു ധീരന്റെ ദാരുണമായ അന്ത്യം. സാമൂതിരിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കങ്ങളിലൊന്നായി ആ സംഭവം മാറി. ഭാഗം 5. ലെന്തക്കാരും ഇംഗ്ലീഷുകാരും, പുതിയ ശത്രുക്കളും കൊടുങ്ങല്ലൂർ യുദ്ധവും, മാറുന്ന ലോകം, പുതിയ കളിക്കാർ. കുഞ്ഞാലി നാലാമന്റെ ദുരന്ത മരണം കോഴിക്കോടിന്റെ നാവികശക്തിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരുന്നു. അറബിക്കടലിൽ സാമൂതിരിയുടെ പതാകകൾക്ക് പഴയ പ്രതാപം നഷ്ടമായി. പക്ഷേ കാലം പുതിയ അവസരങ്ങൾ കൊണ്ടുവന്നു. യൂറോപ്പിൽ പോർച്ചുഗലിന്റെ പ്രതാപം അസ്തമിക്കുകയായിരുന്നു. ആ വിടവ് നികത്താൻ 2 പുതിയ ശക്തികൾ ഉയർന്നുവന്നു: ഡച്ചുകാരും ഇംഗ്ലീഷുകാരും. സാമൂതിരിക്ക് ഇതൊരു ദൈവിക ഇടപെടൽ പോലെ തോന്നി. പോർച്ചുഗീസുകാരെ തുരത്താൻ ഡച്ചുകാരെ സഖ്യകക്ഷിയാക്കി. ശത്രുവിന്റെ ശത്രും മിത്രം എന്ന തത്വം പ്രയോഗിച്ചു. 1604 ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹാഗൻ കോഴിക്കോട്ടെത്തി. പോർച്ചുഗീസ് കോട്ടകൾ പിടിച്ചെടുക്കാൻ സഹായിച്ചാൽ കച്ചവട അവകാശം നൽകാമെന്ന് സാമൂതിരി വാഗ്ദാനം ചെയ്തു. കൊടുങ്ങല്ലൂർ യുദ്ധം, പറങ്കികളുടെ പതനം. പതിറ്റാണ്ടുകളായി പോർച്ചുഗീസുകാരുടെ ശക്തി കേന്ദ്രമായിരുന്നു കൊടുങ്ങല്ലൂർ കോട്ട. 1661 ഡച്ച് അഡ്മിറൽ റിക്ലോഫ് വാൻ ഗോൺസ് 17 കപ്പലുകളുമായി മലബാറിലെത്തി. സാമൂതിരിയുടെ 20,000 നായർപ്പടകൾ കരയിൽ തയ്യാറായി. യുദ്ധം തുടങ്ങി. ഡച്ചു കപ്പലുകൾ കടലിൽ നിന്ന് പീരങ്കി കൊണ്ട് കോട്ടയുടെ മതിലുകൾ തകർത്തു. സാമൂതിരിയുടെ നായർമാർ കോട്ട വളഞ്ഞു. മാസങ്ങൾ നീണ്ട ഉപരോധത്തിനൊടുവിൽ പോർച്ചുഗീസുകാർ കീഴടങ്ങി. കൊടുങ്ങല്ലൂർ കോട്ടയിൽ ഡച്ച് സാമൂതിരി സഖ്യത്തിന്റെ വിജയക്കൊടിപ്പാറി. കൊച്ചി യുദ്ധം, പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ അന്ത്യം. കൊടുങ്ങല്ലൂരിന്റെ വിജയത്തിന്റെ ആവേശത്തിൽ സംയുക്ത സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. കൊച്ചി പോർച്ചുഗീസുകാരുടെ മലബാറിലെ തലസ്ഥാനമായിരുന്നു. 5 മാസം നീണ്ട ഘോരമായ യുദ്ധത്തിനൊടുവിൽ കൊച്ചിയും വീണു. അതോടെ മലബാറിലെ പോർച്ചുഗീസ് ആധിപത്യം പൂർണ്ണമായി അവസാനിച്ചു. സാമൂതിരി വിജയമാഘോഷിച്ചു. പക്ഷേ ഡച്ചുകാർ പുതിയ യജമാനന്മാരായി മാറുകയായിരുന്നു. പുതിയ ശത്രുക്കൾ, പഴയ കളികൾ. പോർച്ചുഗീസുകാർ പോയതോടെ ഡച്ചുകാർ കച്ചവടത്തിന്റെ കുത്തകയ്ക്കായി ശ്രമിച്ചു. ഇത് സാമൂതിരിയുമായി പുതിയ യുദ്ധങ്ങൾക്ക് വഴിവെച്ചു. ഈ യുദ്ധങ്ങൾ സാമൂതിരിയെ ക്ഷയിപ്പിച്ചു. ഇതേ കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാരും മലബാറിലെത്തി. അവർ തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും കോട്ടകൾ പണിതു. സാമൂതിരി ഡച്ചുകാർക്കെതിരെ ഇംഗ്ലീഷുകാരെ സഖ്യകക്ഷിയാക്കാൻ ശ്രമിച്ചു. പക്ഷേ യൂറോപ്യൻ ശക്തികളുടെ കളികൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരുന്നു. കലയുടെ സുവർണകാലം, മാണവേദന്റെ കൃഷ്ണനാട്ടം. ഈ യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഇടയിലും കലയ്ക്കൊരു സുവർണകാലമുണ്ടായി. സാമൂതിരിയായിരുന്ന മാണവേദൻ രാജാവ് കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യം രചിച്ചു. അതിന്റെ ദൃശ്യാവിഷ്കാരമായി കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തിന് ജന്മം നൽകി. ശ്രീകൃഷ്ണന്റെ ജീവിതം 8 കഥകളായി നൃത്തവും സംഗീതവും വേഷവിധാനങ്ങളും കൊണ്ട് സമ്പന്നമായ ആ കലാരൂപം ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. പതനത്തിന്റെ തുടക്കം. ഡച്ചുകാരുമായും ഇംഗ്ലീഷുകാരുമായുള്ള നിരന്തരമായ യുദ്ധങ്ങൾ സാമൂതിരിയുടെ സാമ്രാജ്യത്തെ സാമ്പത്തികമായും സൈനികമായും തളർത്തി. അവർ അറിയാതെ വടക്ക് മൈസൂരിൽ ഒരു പുതിയ കൊടുങ്കാറ്റ് രൂപം കൊള്ളുകയായിരുന്നു. ഹൈദരാലി എന്ന സൈന്യാധിപൻ മലബാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്റെ പടയോട്ടം ആരംഭിച്ചിരുന്നു. ഭാഗം 6. മൈസൂർ കൊടുങ്കാറ്റ്. ഹൈദരലിയും ടിപ്പു സുൽത്താനും. വടക്ക് നിന്നൊരു ഇടിമുഴക്കം. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മൈസൂരിന്റെ പീഠഭൂമികളിൽ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെട്ടു. ഹൈദരലി എന്ന സാധാരണ സൈനികൻ തന്റെ ധൈര്യവും തന്ത്രങ്ങളും കൊണ്ട് മൈസൂരിന്റെ ഭരണാധികാരിയായി മാറി. യൂറോപ്യൻ യുദ്ധമുറകളിൽ പരിശീലനം നേടിയ
ആധുനിക പീരങ്കികളും കുതിരപ്പടയുമുള്ള ഏഷ്യയിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിലൊന്നിനെ അയാൾ വാർത്തെടുത്തു. ഹൈദരിന്റെ കണ്ണുകൾ മലബാറിന്റെ സമ്പത്തിലേക്ക് തിരിഞ്ഞു. 1766 ഹൈദരിന്റെ സൈന്യം പാലക്കാടൻ ചുരം താണ്ടി മലബാറിലേക്ക് ഇരച്ചുകയറി. അതൊരു ഇടിമുഴക്കം പോലെയായിരുന്നു. പീരങ്കികളുടെ മുഴക്കം മലകളെ വിറപ്പിച്ചു. കുതിരപ്പടയുടെ കുളമ്പടികൾ മണ്ണിനെ കീറിമുറിച്ചു. കോലത്തുനാടും കടത്തനാടും വീണു. സൈന്യം കോഴിക്കോട്ടേക്ക് കുതിച്ചു. സാമൂതിരി കൃഷ്ണവർമ്മയുടെ അഭിമാനമരണം. സാമൂതിരി രാജവംശത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ നിമിഷമായിരുന്നു അത്. സാമൂതിരി കൃഷ്ണവർമ്മ തന്റെ നായർപ്പടയെ അണിനിരക്കി. അവർ ധീരമായി പൊരുതി. പക്ഷേ ഹൈദരിന്റെ പീരങ്കികൾക്കു മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഹൈദരിന്റെ സൈന്യം കോഴിക്കോട് വലഞ്ഞു. പരാജയമുറപ്പായ നിമിഷം ശത്രുവിന്റെ കൈകളിൽ അപമാനിതനാവുന്നതിലും ഭേദം മരണമാണെന്ന രാജാവ് തീരുമാനിച്ചു. നൂറ്റാണ്ടുകളായി വിദേശശക്തികളോട് പൊരുതിയ തന്റെ വംശത്തിന്റെ അഭിമാനം കളങ്കപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ആദ്യം അദ്ദേഹം രാജകുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതമായി തിരുവിതാംകൂറിലേക്ക് അയച്ചു. പിന്നീട് കൊട്ടാരത്തിലെ വെടിമരുന്നു ശാലയിലേക്ക് നടന്നു. എന്റെ രാജ്യം ശത്രുവിന് വിട്ടുകൊടുക്കില്ല എന്നലറി അദ്ദേഹം പന്തം കൊളുത്തി. ഒരു വൻസ്ഫോടനത്തിൽ കൊട്ടാരം അഗ്നിഗോളമായി മാറി. സാമൂതിരി കൃഷ്ണവർമ്മയുടെ ശരീരം ചാരമായി. പക്ഷേ അദ്ദേഹത്തിന്റെ ധൈര്യം ചരിത്രത്തിൽ അമരമായി. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളും മലബാറിന്റെ പതനവും. നെടുങ്കോട്ട യുദ്ധം മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് കാരണമായി. ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിനെ സഹായിച്ചു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പുവിന് മലബാർ ബ്രിട്ടീഷുകാർക്ക് അടിയറവു വെക്കേണ്ടി വന്നു. 1799 നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു കൊല്ലപ്പെട്ടു. അതോടെ മൈസൂർ ഭീഷണി അവസാനിച്ചു. പക്ഷേ മലബാർ ഒരു പുതിയ യജമാനന്റെ കൈയിലായി. അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഭാഗം 7. ബ്രിട്ടീഷ് രാജ്, പതനവും ഉപസംഹാരവും. അസ്തമയത്തിന്റെ ഉടമ്പടി. ശ്രീരംഗപട്ടണത്തിന്റെ കോട്ടമതിലുകൾക്കുള്ളിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചപ്പോൾ നൂറ്റാണ്ടുകളുടെ വീരഗാഥകൾ നിറഞ്ഞ സാമൂതിരി സാമ്രാജ്യം എന്നേക്കുമായി തകർന്നു വീണു. ടിപ്പുവിനെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ച സാമൂതിരി ഉൾപ്പെടെയുള്ള നാട്ടുരാജാക്കന്മാർക്ക് തങ്ങളുടെ പഴയ അധികാരം തിരിച്ചുപിടിക്കാമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ബ്രിട്ടീഷുകാർ അവരെ ചതിച്ചു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ പൂർണ്ണമായും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. കോഴിക്കോടിന്റെ തളീക്ഷേത്രത്തിന്റെ കരിങ്കൽ പടവുകളിൽ സാമൂതിരിയുടെ പതാക പിന്നീടൊരിക്കലും ഉയർന്നു പൊങ്ങിയില്ല. ഒരു ചതിക്കുഴി. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് തിരുവിതാംകൂറിൽ അഭയം തേടിയിരുന്ന സാമൂതിരി വലിയ പ്രതീക്ഷകളോടെയാണ് കോഴിക്കോട്ടേക്ക് മടങ്ങിയത്. എന്നാൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് നൽകിയത് അധികാരമായിരുന്നില്ല, ഒരു പെൻഷനായിരുന്നു. മാലികാന എന്ന പേരിൽ ഒരു വാർഷിക തുക നൽകി എല്ലാ ഭരണാധികാരങ്ങളും അവർ കവർന്നെടുത്തു. കോഴിക്കോടിന്റെ കൊട്ടാരവും തുറമുഖവും എല്ലാം ഒരു ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഭരണത്തിന് കീഴിലായി. അവസാനത്തെ സാമൂതിരി ഒരു പെൻഷൻകാരനായ രാജാവ്. 1806 അവസാനത്തെ ഭരണാധികാരിയായ സാമൂതിരി അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തോടെ കോഴിക്കോടിന്റെ ചരിത്രത്തിലെ ഒരു വലിയ അധ്യായം അവസാനിച്ചു. പിന്നീട് വന്നവർ സാമൂതിരി എന്ന പേര് നിലനിർത്തിയെങ്കിലും അവർ വെറും ഭൂവുടമകൾ മാത്രമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിഴലിൽ ഒരു രാജ്യമില്ലാത്ത രാജാക്കന്മാർ. മലബാറിന്റെ പൈതൃകം. സാമൂതിരിമാരുടെ പതനം മലബാറിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പതനം മാത്രമല്ല, ഒരു സംസ്കാരത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ, കലയുടെ, വ്യാപാരത്തിന്റെ അന്ത്യം കൂടിയായിരുന്നു അത്. 12ാം നൂറ്റാണ്ടിൽ ഒരു ഒടിഞ്ഞ വാളിൽ നിന്ന് തുടങ്ങി 700 വർഷത്തോളം അവർ ഭരിച്ചു. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ വീര്യം അറബിക്കടലിൽ ചരിത്രമെഴുതി. മാണവേദന്റെ കൃഷ്ണനാട്ടം ഇന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജീവിക്കുന്നു. കോഴിക്കോട്
സത്യത്തിന്റെ തുറമുഖം ലോകത്തിന്റെ സുഗന്ധവ്യഞ്ജന തലസ്ഥാനമായി തിളങ്ങിനിന്നു. ഉപസംഹാരം. ചരിത്രത്തിന്റെ താളുകളിൽ മായാതെ നിൽക്കുന്നു.